അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിച്ച അവസാനത്തെ ആയത്തുകളിൽ ഒന്ന് എന്ന് പറയപ്പെട്ട ആയത്ത് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. സൂറത്തുൽ ബഖറയിലെ ആയത്താണത്. അതിൻ്റെ അവസാനങ്ങളിലുള്ള ഒരു ആയത്ത്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون. واتقوا يوما ترجعون فيه إلى الله. അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ഒരു ദിവസം, അതിനെ നിങ്ങൾ സൂക്ഷിക്കുക. ثم توفى كل نفس ما كسبت. ഓരോ നഫ്സിനും അവർ പ്രവർത്തിച്ചതെന്താണോ അതിനുള്ളത് സമ്പൂർണ്ണമായി നൽകപ്പെടുന്നതാണ്. وهم لا يظلمون. അവർ അതിക്രമം ചെയ്യപ്പെടുന്നതല്ല. മനുഷ്യർ യാത്രയിലാണ്, അള്ളാഹുവിലേക്കുള്ള യാത്രയിലാണ്. ഈ യാത്രയിൽ ചിലർ നന്മയുടെ പടികളാണ് ചവിട്ടിക്കയറുന്നത്, ചിലർ തിന്മയുടെ അന്ധകാരങ്ങളിലേക്കാണ് വീഴുന്നത്, ചിലർ അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗത്തിൻ്റെ ഉന്നതമായ പദവികളാണ് നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. മറ്റു ചിലർ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു ഒരുക്കി വെച്ച അഗ്നിയുടെ നരകത്തിൻ്റെ വിറകുകളായി തീരാൻ വേണ്ടി, അതിൽ കത്തിയെരിയുന്നവരായി തീരാൻ വേണ്ടി അതിൻ്റെ അടിത്തട്ടുകളിലേക്കാണ് അവൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലർ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തൃപ്തിയാണ് അവൻ്റെ ഓരോ കാൽവെപ്പുകൾ കൊണ്ടും നേടിക്കൊണ്ടിരിക്കുന്നത്. മറ്റു ചിലർ ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിൻ്റെ കോപമാണ് അവൻ്റെ ഓരോ കാൽവെപ്പുകൾ കൊണ്ടും സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യത്തിലേക്കാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്ത് നിന്ന് കാണാനുള്ള സൗഭാഗ്യത്തിലേക്കാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. വേറെ ചിലർ ഫിർഔനിൻ്റെയും അബൂജഹലിൻ്റെയും ഉത്ബയുടെയും ഷൈബയുടെയും അള്ളാഹുവിനെ ധിക്കരിച്ച ധിക്കാരികളുടെയും സാമീപ്യത്തിലേക്കാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ യാത്രയിൽ ഏതു യാത്രയിലാണ് നമ്മളുള്ളത്? ഏതു സഞ്ചാരമാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്? ഏതു ലക്ഷ്യമാണ് നമ്മുടെ മുന്നിലുള്ളത് എന്ന് നാം എപ്പോഴും ഓർക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് എപ്പോഴും നമുക്ക് ചിന്ത ഉണ്ടാകേണ്ടതുണ്ട്.